അപ്പൊ ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ യാത്രയാണ്, വലിയ ദൂരമുള്ള യാത്രയാണ്. അപ്പോ എല്ലാവരും യാത്രയൊക്കെ നിർത്തി മലമൂത്ര വിസർജനമൊക്കെ നടത്തണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആദ്യം ആയിഷ ബീവിയെ പറഞ്ഞു വിട്ടു. ആയിഷ ബീവി പോയി തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി. അപ്പൊ ആയിഷ ബീവി കയറുന്നത് എല്ലാവരും കണ്ടു, നബിതങ്ങളും കണ്ടു, സ്വഹാബത്തും കണ്ടു. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയറിയതിന് ശേഷം ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷ ഇങ്ങനെ നോക്കുമ്പോ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ആ പോയ സ്ഥലത്താണ് മാല നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. അപ്പൊ ആയിഷ ബീബി ഇങ്ങനെ ഒട്ടകക്കട്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി, ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല, നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെ കാണുന്നില്ല. അപ്പൊ ആരെയും കാണാതെ വന്നപ്പോ ആയിഷ ബീബി വിചാരിച്ചു, എന്നാ പോയി ഓടിപ്പോയി എടുത്തിട്ട് വരാ, മാലയല്ലേ, വളരെ ഇഷ്ടപ്പെടുന്നൊരു മാല, അതുകൊണ്ട് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആരോടും പറയാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങിപ്പോയി. നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വന്നു. ആയിഷ ബീബി വാഹനത്തിൽ കയറുന്നത് കണ്ടത് കാരണം ആരും നോക്കിയില്ല. അത് പൊക്കിയെടുത്ത് മുകളിൽ വെച്ചിട്ട് യാത്ര തുടർന്നു. ആയിഷ ബീബിക്ക് വലിയ തടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാരവും ഇല്ല. അങ്ങനെ എല്ലാവരും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോൾ ആരെയും കാണാനില്ല, എല്ലാവരും പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മരുഭൂമിയിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് ആയിഷ ബീബി കരയാൻ തുടങ്ങി. അപ്പോഴാണ് ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ആ സഹാബി അങ്ങനെ വരാനുള്ള കാരണം, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം വരുന്ന സഹാബിയായിരുന്നു സൗബാൻ റളിയല്ലാഹു തആല അൻഹു. ആ സഹാബി ഇങ്ങനെ വരുമ്പോ വഴിയോരത്തൊരു പെണ്ണിങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്, ഹിജാബൊക്കെ ഇട്ടിട്ട്. ആരാന്നറിയണില്ല. ഇപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്താ ഇവിടെ ഇരുന്ന് കരയുന്നേ? അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ആയിഷ മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല, ഞാൻ ആയിഷയാ, മുത്തുനബിയുടെ ഭാര്യ ആയിഷയാ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിന് ആയിഷ ബീവിയുടെ സംസാരം അറിയാം, ശബ്ദം അറിയാം, പരിചയമുണ്ട്. അപ്പൊ ഞാൻ മുത്തുനബിയുടെ ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോ ഇന്നാലില്ല ചാടിയിറങ്ങി വാഹനത്തിന്റെ മുകളിൽ. എന്ത് പറ്റി ഉമ്മാന്നൊന്നും ചോദിച്ചില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ വാഹനത്തിന്റെ മുകളിൽ കയറുമ്മ, ഞാൻ മുമ്പിൽ നടക്കാം ഉമ്മ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയറി യാത്ര തുടർന്നു. സഫ്വാൻ തങ്ങൾ നടന്നു മുന്നിൽ. നബിതങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്ത് വെളുപ്പാങ്കാലമായി. അപ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇല്ലെന്നറിഞ്ഞപ്പോ പിന്നെ വലിയ വിഷയമായി. നബിതങ്ങളുടെ ഭാര്യ കാണുന്നില്ല, എല്ലാവരും പ്രശ്നമായി. എല്ലാവരും ഒരുമിച്ച് കൂടി എന്തു പറ്റിയെന്നറിയാതെ എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്ത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെയും സഹാബത്തിനെയും കണ്ടപ്പോൾ ഒരു സമാധാനമായി. നബിതങ്ങളോട് ചെന്നിട്ട് സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുത്തു. സഫ്വാൻ തങ്ങൾ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി. യാത്ര തുടങ്ങാൻ സമയമായപ്പോ ആ കൂട്ടത്തിൽ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തരുണ്ടായിരുന്നു. അവൻ മുസ്ലിമിന്റെ പേരേ ഉള്ളൂ, കയ്യിലിരിപ്പൊന്നും അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമില്ലാത്തവനാ. അവൻ എന്ത് നബിതങ്ങള്, എന്ത് മുസ്ലിം, എന്ത് ആയിഷ. അവൻ പറഞ്ഞു, രണ്ടുപേരും ഇന്നലെ രാത്രി ചെറുപ്പക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം തുടങ്ങി. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു. കേട്ടവർ വിശ്വസിച്ചു. എന്തുകൊണ്ട്? പറഞ്ഞത് നബിതങ്ങളുടെ കൂടെ പോയവരായിരുന്നു. അമുസ്ലിമീങ്ങളല്ല പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് കേട്ടവർ മുഴുവനും വിശ്വസിച്ചു. നാട് മുഴുവനും പരന്നു. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കേട്ട് മടുത്തു നബിതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പള്ളിക്കകത്ത് കയറി. പള്ളിയുടെ മിഹ്റാബിൽ കയറിയിട്ട് നബിതങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാരും എൻ്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ.
ഒരു ഭർത്താവിന്റെ നിലപാട് ഇങ്ങനെ ആയിരിക്കണം. ഒരു ഭാര്യയെക്കുറിച്ചൊരു അപവാദം പറയുമ്പോൾ, ഒരു ഭർത്താവിനെ കുറിച്ചൊരു അപവാദം പറയുമ്പോൾ ഒരു ഭർത്താവിന്റെ നിലപാട് എന്തായിരിക്കും? നബിതങ്ങൾ പറഞ്ഞ മറുപടി, വല്ലാഹി അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ആയിഷാനെ, എനിക്കറിയാം എൻ്റെ ആയിഷാനെ. ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവള ആയിഷ, എനിക്കറിയാം അവളെ. ഇന്നു വരെ നല്ലതല്ലാത്ത ഒരു കാര്യം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ ബീബിയുടെ സംഭവം ഉണ്ടായപ്പോ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ഈ സഹാബി രാത്രി വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്റെ ഭാര്യ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ഭാര്യയും ഭർത്താവുമാണല്ലോ. ഈ ഭാര്യയും ഭർത്താവും രാത്രി ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്താ അഭിപ്രായം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മോശമായ കാര്യം കേട്ടാൽ, ഒരു കഥ കേട്ടാൽ, ഒരു അപവാദം കേട്ടാൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എങ്ങനായിരിക്കണം? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അവളൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോയി, അല്ലെങ്കിൽ അവളൊരുത്തൻ്റെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ല? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ കയ്യിലെങ്ങാണോ ഒരു വാർത്ത കിട്ടിയ സുബ്ഹാനല്ലാഹ്, എമ്പുരാന്റെ കഥ പോലും മാറിപ്പോകും. അങ്ങനത്തെ തിരക്കഥകൾ നമ്മൾ എഴുതും. നമ്മുടെ കയ്യിലെങ്ങാനും ഒരു പെണ്ണിന്റെ വീടിന്റെ പരിസരത്തു കൂടെ ഒരുത്തൻ നടന്നു പോയെന്ന് കേട്ടാൽ നമ്മൾ പറയും വീട്ടിനകത്ത് ഇറങ്ങിപ്പോയത് കണ്ടെന്ന്. പിന്നെ കയ്യിൽ നിന്ന് പോയി, പിന്നെ കഥകൾ വല്ലാതെയാ. എന്നാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ആയിഷ ബീവിയുടെ സ്ഥാനത്ത് പെണ്ണെ നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ പറഞ്ഞു, മഅദല്ലാഹ്, വല്ലാഹി ഞാൻ ചെയ്യൂല, പടച്ചോൻ കാക്കട്ടെ, ഞാൻ വ്യഭിചരിക്കാനോ? ഞാനൊരിക്കലും വ്യഭിചരിക്കൂല. ഞാനൊരിക്കലും അങ്ങനെ ആളുടെ കൂടെ പോകുന്ന ആളൊന്നുമല്ല. അള്ളാഹു എന്നെ കാക്കട്ടെ. അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല ചോദിച്ചു, ഒരു സാധാരണ പെണ്ണായ നീ ചെയ്യത്തില്ലെങ്കിൽ ഈ മുഹമ്മദ് നബിയുടെ ഭാര്യ ചെയ്യോ? ഈ അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യയായ നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ വ്യഭിചരിക്കോ? എടി, നിന്നെക്കാളും എത്രയോ നല്ലവളാണ് ആയിഷ എന്ന് ആ സ്വഹാബി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. നമ്മളെപ്പോഴും നല്ലതേ ചിന്തിക്കാവൂ, നമ്മളെപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ലൗലാ ഇദ സമിഅതുമൂഹു ലന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറ. എപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അതെന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ ചുമ്മാതെ മിണ്ടാതിരിക്കുക, അത് അവർ സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാതെ പറയുന്നതായിരിക്കും. അവരങ്ങനെ നടക്കുന്നവരല്ല. ഇവിടെ ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതെന്തുമാകട്ടെ, അവരും അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. ആയിഷ അല്ലെങ്കിൽ ആമിന അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ അവർ അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. നീ എന്തിനാ, നീ ഇല്ലാത്ത കഥ പറയാനും അതിന്റെ ചുവട് പിടിക്കാനും നീ എന്തിനാ നിൽക്കണം? അവരും അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. നീ എന്താ ചെയ്യാ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വഅദ് പറയുന്ന ഞാൻ കള്ളു കുടിച്ചു എന്നൊരു വാർത്ത കേട്ടു, നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു അലം, കിട്ടിയ പാടെ കിട്ടാത്ത പാടെ എല്ലായിടത്തും പറയും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാമീൻ പറയടോ. ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും. വേണ്ട, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് നിങ്ങൾ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും. ലോകം മുഴുവനും പറയും ആയിഷ കേശവന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അങ്ങനെ കരുതുക. എത്ര പറഞ്ഞ് നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തും. നിങ്ങൾ ചിന്തിക്കുക പെങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന് തോന്നി
അല്ലാ ഞാൻ ചെയ്തത് പാവം അവിടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാ അവിടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുവോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണം, പുറത്തു കൊടുക്കുവോ? കൊടുക്കുമോ ഇല്ലേ? കൊടുക്കുമോ ഇല്ലേ? ആ പെണ്ണിന് അല്ലാഹു പുറത്തു കൊടുക്കുവോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ, പുറത്തു അള്ളാഹു പുറത്തു കൊടുക്കും. നീ ഈ ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ, നീ അള്ളാഹിനോട് തൗബ ചെയ്ത അള്ളാഹ് പുറത്തു തരുവോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? താത്ത പുറത്തു തരുവോ? നിങ്ങളെന്താ ചിരിക്കണേ? ഓള് പോയി അള്ളാഹുടെ മുമ്പിൽ തൗബ ചെയ്തു, അള്ളാഹ് പുറത്തു കൊടുത്തു. നീ 4 പേരോട് പറഞ്ഞു, നീ തൗബ ചെയ്താ പൊരുത്തപ്പെട്ടു തരുവോ? ഇല്ല. അപ്പൊ നിനക്ക് വിവരമുണ്ട് അല്ലേ? എന്നിട്ടല്ലേ ഈ പണി കാണിക്കണേ? അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എല്ലാത്തിനും അറിയാം, എല്ലാത്തിനും ഇതറിയാം. എന്നിട്ടല്ലേ തൊഴിലുറപ്പ് പോയി ഇരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ചർച്ച ഇല്ലേ? ഇവിടെ തൊഴിലുറപ്പില്ലുണ്ടപ്പ അല്ലാ റബ്ബേ, അതൊന്നും പറയാതിരിക്കലാടോ. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, എനിക്ക് എൻ്റെ വീട് പൊന്നാ ബഹളമെന്നറിയാം, നിങ്ങൾ എന്തൊക്കെ ചർച്ചയാന്നറിയാം. പോട്ടെ, വല്ലതും പറഞ്ഞാൽ കേസായി പോകും. അള്ളാഹു കാത്തിരിക്കുമാറ. ഇവരെന്തും പറയാൻ പാടില്ല. ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എടീന്നൊന്നും വിളിക്കരുത് കേട്ടോ. ഭാര്യയെ കയറി എടീന്നൊന്നും വിളിച്ചേക്കരുത്. ആമിനെ കൊണ്ട് കേസ് കൊടുത്ത അകത്ത. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കൊക്കെ സ്വർഗം തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇതൊന്നും അറിഞ്ഞില്ല. ആയിഷ ബീവി കഥ ഒന്നും അറിയണില്ല. പനി പിടിച്ചു, വീടിന്റെ അകത്ത് കിടക്ക. നബിതങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ നബിയെ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കും മോളെ, സമാധാനം കിട്ടട്ടെ. പക്ഷെ ആയിഷ ബീവി വീട്ടിൽ പോയപ്പോഴാ ഈ പുറത്തു നടക്കുന്ന സംഭവം മുഴുവനും അറിയുന്നേ. വല്ലാതെ സങ്കടപ്പെട്ടു പോയടോ. ആയിഷ ബീവി തകർന്നുപോയി. ഭക്ഷണമില്ല, വെള്ളം കുടിയില്ല, ഇങ്ങനെ കരച്ചല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയും, എൻ്റെ മോൾ ഇങ്ങനെ കിടക്കും അനങ്ങാതെ. ഞാൻ പോയിട്ട് കാലി തട്ടി നോക്കും ജീവനുണ്ടോന്ന്. അത്രത്തോളം ആയിഷ കരഞ്ഞു. ആയിഷ ബീവി കരഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ 10ഓളം ആയത്ത് ഒറ്റയടിക്ക്. ആയിഷ ബീവിയുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കരഞ്ഞപ്പോ പരിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്, ആയിഷ നിരപരാധിയാ, ആയിഷ നിരപരാധിയാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, മനസ്സു വേദനിച്ചപ്പോ അല്ലാഹു സമാധാനിപ്പിച്ച 3ാമത്തെ അടിമ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീബി ആയത്തുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഖുർആനിൽ ആയത്ത് തുടർച്ചയായി ഇറങ്ങി മഹദിയായ ആയിഷ ബീവിക്ക് വേണ്ടി. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഒരു വാർത്ത കേട്ടാൽ നീ നല്ലത് മാത്രം ചിന്തിക്ക്, ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്, കണ്ണിൽ കാണാത്തത് പറയരുത്, ഉറപ്പില്ലാത്തത് പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറപ്പില്ലാത്ത വിഷയം അത് താടിയുള്ളവനാ പറയുന്നേ, തഴമ്പുള്ളവനാ പറയുന്നേ, ഫർദയും ഹിജാബും ഇട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തസ്ബീഹ് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കണ ഉമ്മായാ പറയുന്നെങ്കിലും വിശ്വസിക്കരുത്. കാണുമ്പോ തന്നെ ഓടിയേക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാവി, ചിലപ്പോൾ താടി കാണും, ചിലപ്പോൾ തൊപ്പി കാണും, ചിലപ്പോൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ പ്രഭാഷകനായിരിക്കും, ചിലപ്പോൾ പള്ളിയിലെ ഇമാമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മയായിരിക്കും, നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ കേൾക്കരുത്. എടോ, കൺഫേം ചെയ്യാതെ പറയരുത്. ഒരിക്കൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ബോറടിക്കുന്നുണ്ടോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നിസ്കാരം താമസിച്ചിട്ടാ അന്ന് പള്ളിയിൽ നിന്ന് വരുന്നേ. ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ രാത്രി ഇങ്ങനെ വരുമ്പോ ഒരാള് തലയിൽ തുണി ഇട്ടിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാം അതൊരു കള്ളപ്പോക്കാണെന്ന്. അബൂ തൽഹ റളിയല്ലാഹു തആല ചിന്തിക്കുന്നു, ഉമർ രാജ്യം ഭരിക്കുന്ന ഈ കാലത്ത് ആരാ ഈ പതുങ്ങി പതുങ്ങി പോണേ? ഓനൊന്ന് പിടിക്കണമല്ലോ, എവിടെ പോവാന്ന് അറിയണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകിൽ പോയി, അയാളുടെ പുറകിൽ പോയി. ഇയാളെ തലയിൽ തുണിയിട്ടിട്ടാ പോണേ.
അങ്ങനെ നടന്ന് 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 ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. ആരുമില്ലാത്ത ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. അപ്പൊ തന്നെ മനസ്സിലായി എന്തിനാ പോണേന്ന്. അബൂ തൽഹ റളിയല്ലാഹു തആല ആരോടും പറഞ്ഞില്ല, മിണ്ടിയില്ല, പുറകിൽ പോയി. ആരാ അല്ലാ ഇത്? ഈ വീടിന്റെ അകത്ത് ഈ ഒളിച്ചു കയറുന്ന ആളാരാ? ഈ പോയ ആള് വീട്ടിൽ ചെന്നിട്ട് അനുവാദം ഒന്നും ചോദിക്കാതെ ഒളിച്ചും പാത്തും വാതില് തുറന്നിട്ട് അകത്തേക്ക് കയറി. അങ്ങനെ വാതില് തുറന്നിട്ട് അകത്തോട്ട് കയറുമ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ കേറിപ്പോകുന്ന മനുഷ്യന്റെ മുഖം കണ്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. ആ ഒളിച്ച് കേറിപ്പോയത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാജ്യത്തിന്റെ ഭരണാധികാരി. തലയിൽ തുണിയിട്ടിട്ട് രാത്രി ഒരു വീടിന്റെ അകത്ത് ഒളിച്ചു കയറുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുക, ആരാ അല്ലാ ഉമറിനെ കീഴ്പ്പെടുത്തിയത്? ആരാ റബ്ബേ? നമ്മളാണെങ്കിൽ ഒന്ന് പള്ളിയിലെ ഉസ്താദ് എങ്ങാനും ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു അഅലം. രാത്രി ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കയറുന്ന രംഗമാണെങ്കിൽ പിന്നെ തെങ്ങി കെട്ടിയിട്ടാ ചോദിക്കണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല ആളെ കണ്ടു, പുറത്തു നിന്നു, ആരെയും വിളിച്ചൊന്നും കൂട്ടിയില്ല. ഇറങ്ങി വരുമ്പോ ചോദിക്കാം, നേരിട്ട് തന്നെ ചോദിക്കാം. കുറേ നേരം പുറത്തു നിന്നിട്ട് ഇറങ്ങി വരണില്ല. അവസാനം അബൂ തൽഹ തങ്ങളൊരു അടയാളം വെച്ചു ആ വീടിന്. എന്നിട്ട് പോയി വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാവിലെ എഴുന്നേറ്റു, സുബഹിക്ക് പള്ളിയിൽ പോയപ്പോ ഇമാമ നിൽക്കണത് ആരാ? ഈ ഉമർ തങ്ങള്. ഇന്നലെ രാത്രി ഒരു വീടിന്റെ അകത്ത് പതുങ്ങി കയറിയ ആളാ ഇമാമത്ത് നിൽക്കണേ. നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി. അല്ലാത്ത വിഷമം. അബൂ തൽഹ റളിയല്ലാഹു തആല ഇറങ്ങി ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ തന്നെ പോയി വീടിന്റെ പുറത്തു പോയിട്ട് അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ വീടിന്റെ അകത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം ഒരു പെണ്ണിന്റെ ശബ്ദവാ. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി. ആ വീടിന്റെ അകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി. എന്നിട്ടും അബൂ തൽഹ പോയില്ല, കൺഫേം ചെയ്യണം. അനുവാദം ചോദിച്ചു. വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു പ്രായമായ ഉമ്മയാ വീട്ടിൽ കിടക്കുന്നത്. ഒരു പ്രായമായ വൃദ്ധ കിടക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ ഇന്നലെ രാത്രി ഒരാൾ ഇവിടെ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നേ? അത് എല്ലാ ദിവസവും രാത്രി വരും, എന്നെ കുളിപ്പിക്കും, എൻ്റെ മൂത്രവും കാഷ്ടവും ഒക്കെ കഴുകി വൃത്തിയാക്കും, എനിക്ക് വസ്ത്രം ഇട്ട് തരും, എൻ്റെ വസ്ത്രം കഴുകിത്തരും, എനിക്ക് ഭക്ഷണം വെച്ചിട്ട് എനിക്ക് തിന്നാൻ പല്ലില്ലാത്തത് കാരണം ആ മോൻ തന്നെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എന്നും രാത്രി വരാറുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ അതാരാണെന്നറിയോ? അറിയില്ല മോനെ. അതാരാണെന്നറിയോ? ഞാൻ എത്ര പേര് ചോദിച്ചിട്ടും പറയണില്ല. ആ ഉമ്മ പറയാ, ഞാൻ ആരാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നേരെ ഓടി, നേരെ പള്ളിയിലേക്ക് ഓടി. അബൂ തൽഹ റളിയല്ലാഹു തആല ഉമർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്തേ അബൂ തൽഹ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പൊരുത്തന്താ? ഒരല്പനേരത്തേക്കെങ്കിലും, ഒരു രാത്രിയെങ്കിലും നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഞാൻ കരുതിപ്പോയി, എനിക്ക് പൊരുത്തം തരണേ എന്ന് പൊട്ടിക്കരഞ്ഞു പൊരുത്തം ചോദിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, കാണാത്ത കാര്യം പറയരുത്, ഇനി ചെയ്തതാണെങ്കിലും പറയരുത്. അതാ മനസ്സിലാക്കേണ്ടത്. എല്ലാരും ചോദിക്കുന്നത്, ഓള് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞേ? ഓള് ചെയ്തത് അള്ളാനോട് പറഞ്ഞാൽ തീരും. നീ പറഞ്ഞത് അള്ളാനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓളോട് തന്നെ ചെന്ന് പറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ പാപമൊന്നുമല്ല, അത് വലിയ പാപമാ. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നെന്നറിയില്ല. ഏത് രീതിയിലും മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാം. ഏത് സമയത്തും എങ്ങനെയും കടന്നു വരാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിരിയും കളിയും സന്തോഷമല്ല, തകർത്ത് കളയുന്ന മരണം നമ്മുടെ മുമ്പിലേക്ക് ഇടിത്തി വീഴുന്നത് പോലെ കടന്നു വരാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ.
ഞങ്ങൾ ഇന്നീ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ അപരാധങ്ങളും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപം പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ തൗബ ചെയ്യാൻ പോകുകയാണ് പടച്ചവര്. ഈ നീട്ടുന്ന കൈ നീ തട്ടിക്കളയല്ലേ അല്ലാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വന്നത് മുഴുവനും ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വെച്ച് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ് 3 സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? ചെയ്തു പോയതൊക്കെ അള്ളാന്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ? വേണോ വേണ്ടേ? റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞൂടെ? ഇന്ന് ദുആ ചെയ്ത റബ്ബ് സ്വീകരിക്കൂലേ? അതുകൊണ്ട് അള്ളാഹുടെ മുമ്പിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് 3 സ്വലാത്തും പറഞ്ഞു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് അടുത്തോട്ട് വന്നിരുന്നേ. ഇങ്ങോട്ട് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. വാ, കസേര എടുത്തോണ്ട് പാടോ. കസേര എടുത്തോട്ട് കയറിക്കോ ഇൻഷാ അല്ലാഹ്. പുറത്തേക്കണ ചങ്ങാതി, ഇത്രയും നേരം സിറാജ് കയറാൻ പറഞ്ഞില്ല. ഇത്രയും നേരം നിങ്ങൾ ആരോടും ഞാൻ പറഞ്ഞില്ല കയറി വരാൻ. ഇപ്പൊ ദുആ ചെയ്യാൻ പോവാ. ഈ ഗ്രൗണ്ടും ഈ റോഡും ഈ പാലവും നാളെയും അവിടെ കാണും. പക്ഷേ ഇന്നത്തെ ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രതിഫലം നിനക്ക് കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേറിക്കേ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് കേറിക്കോ. അൽഹംദുലില്ലാ. എന്താണ് സൗണ്ട് കേൾക്കണം? സക്കറാത്തിന്റെ വലിയാണോ? ഓഫായിക്കോ. അതിന്റെ വലിയ കേട്ടിട്ട് എനിക്ക് തന്നെ പേടി തോന്നുന്നു. ബാബാ അൽഹംദുലില്ലാ. കേറിക്കോ. കഴിഞ്ഞു. പുറത്തേക്കണ ചങ്ങാതി, ഒന്നീ സ്വർഗത്തിൽ കയറ് കാക്ക, അല്ലെങ്കിൽ നീ വീട്ടിൽ പോയി കിടന്നുറങ്ങ്. വെറുതെ അവിടെ നിന്നിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ വാങ്ങണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ടാ നീ കയറി നിൽക്കാതെ പുറത്തേക്കണേ. എനിക്ക് പുറത്ത് നിൽക്കണ ചങ്ങായിമാരെ കാണുമ്പോ സങ്കടം. ആ ചങ്ങാതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. അള്ളാഹു മന്ദിരമാറാകട്ടെ. എങ്ങോട്ട് പോകണമെന്നാ പറ കാക്കമാരെ? എങ്ങോട്ട് പോകണമെന്നാ? കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കയറുന്നില്ല, പിന്നെ ഇപ്പൊ സ്വർഗത്തിൽ പോവാ. ആ പുറത്തേക്കണ ചങ്ങാതി വയത് കേൾക്കാൻ വന്നില്ലെങ്കിൽ അള്ളാഹ് നിന്നെ നരകത്തിലൊന്നും ഇടൂല. പക്ഷെ ഈ സദസ്സ് കണ്ടിട്ട് നീ കേറാതെ പുറത്തു നിന്ന റബ്ബിന്റെ മുമ്പിൽ നീ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ അവിടെ നിക്കണേ? വാടാ മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് കയറടോ. ആ നിക്കണ ചങ്ങായിമാരാട് ആ ബാക്കിലൊക്കെ എന്താ ലേലോ എല്ലാം ഞാൻ കൊണ്ട് പൊക്കോളാം ഇൻഷാ അല്ലാഹ്. അവിടെ അതുകൊണ്ട് ആ പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് അകത്തോട്ട് കയറിക്കേ. അവിടെയൊക്കെ നിൽക്കണല്ലോ. വയത് വെച്ചിട്ട് നിങ്ങൾ പോണില്ലേ കാക്കാമാരെ സ്വർഗത്തിൽ? വയത് വെച്ചിട്ട് സംഘാടകര് പോലും സ്വർഗത്തിൽ പോണില്ലെങ്കിൽ പിന്നെ എങ്ങനെ അപ്പൊ ബാക്കിയുള്ളവര്? എല്ലാരും കയറുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്യാം. അള്ളാഹു നമ്മുടെ പാവം മുഴുവനും പുറത്തുരുമാറാകട്ടെ. തൗബ ചെയ്തൂടെ? ഈ തൗബ എന്ന് പറഞ്ഞ എന്താപ്പാ? ഈ തൗബ എന്ന് പറഞ്ഞ എന്താ? 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങിയിട്ട് ഒരുത്തം പോകുന്നുണ്ട്. എവിടെ പോവാടാ? അത് തൗബയ്ക്ക് പോവാടാ അല്ലേ? 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങിയിട്ട് പോവാ തൗബ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ ചെയ്യേണ്ട തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയൂ? തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ നമുക്കറിയില്ല. നമ്മുടെ കരച്ചിലും വിളിച്ചലും ഷോയും മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. ഇവിടെ വെറുതെ ഒന്നും അള്ളഹാനോട് ദുആ ചെയ്ത് അള്ളാഹ് പാപം പൊറുക്കൂല്ലാട്ടാ. അതിനെന്തറിയോ? ഒരാളുടെ കഥ പറയാം. ഒരു രാത്രി ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഓപ്പോസിറ്റ് ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഒരാൾ വരുന്നു. അപ്പൊ ആ മനുഷ്യന്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. കാരണം അയാളുടെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. അപ്പുറത്ത് വരുന്ന ചങ്ങാതി ആരാ? ഉമർ. പുറത്ത് വിടൂല. ഇയാളുടെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്, ഓടാനൊന്നും പറ്റൂല. കണ്ടു കഴിഞ്ഞ് രണ്ടുപേരും. പക്ഷെ ഈ മനുഷ്യൻ നല്ലവനാണെന്ന ഉമർ തങ്ങൾ കരുതിയിരുന്നേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ആകെ വിഷമമായി. മനസ്സിൽ അള്ളഹാനോട് പറഞ്ഞ് കണ്ണങ്ങട്ട് അടച്ചു പിടിച്ചു. എന്നിട്ട് അള്ളഹാനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം. അല്ലാ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ടുപോലും ഇനി തൊടൂല. ഇത്രയും പറഞ്ഞു തീരുന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, അസ്സലാമു അലൈക്കും, എവിടെ പോയതാ?
ഇയാളെന്താ പറഞ്ഞേ? ഈ കള്ള് കൈ വെച്ചിട്ട് അള്ളഹാനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാനിത് തൊടുക പോലും ഇല്ല. ഉമർ തങ്ങൾ സലാം പറഞ്ഞിട്ട് ചോദിച്ചു, എവിടെ പോയതാ, എന്താ കയ്യിലിരിക്കണേന്ന് വെച്ചു. കള്ളുകുപ്പി കണ്ടിട്ട് വെച്ചാൽ എന്താന്ന്? ഇയാള് പറഞ്ഞു, അത് സുറുക്കയാണെന്ന്. എന്നാ ഇങ്ങോട്ടതാ നോക്കട്ടെ എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ തുറന്നു. ആ കള്ള് സുറുക്കയായി മാറി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ മാറിയടോ? എങ്ങനെ മാറി? അതാണ് തൗബ. ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക്, അല്ലാ ഇനി ഒരിക്കലും ചെയ്യില്ല, എന്നെ രക്ഷപ്പെടുത്തു. ഒറ്റ നിമിഷം കൊണ്ട് കള്ള് സുറുക്കയായി മാറി. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇഖ്ലാസ് വേണം. നമ്മളാണെങ്കിൽ നമ്മുടെ ദുആയും നമ്മുടെ തൗബ, എങ്ങനെ തൗബ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഒരു ചെറുപ്പക്കാരന്റെ തൗബ ഞാൻ പറഞ്ഞു തരാം. അത് കേട്ടിട്ട് അതുപോലെ തൗബ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നബി തങ്ങളുടെ ഖാദിമ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു, ഒരു ആവശ്യത്തിന് വേണ്ടി. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്നേ. ഒരു വീടിന്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിങ്ങനെ കുളിച്ചോണ്ട് നിൽക്കുന്നു. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, ഒരു സുന്ദരിയായ പെണ്ണ് കുളിക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ കുളി കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിന്നു. സാധാരണ നടന്നു പോകുമ്പോൾ ഉള്ളൊരു നോട്ടമല്ല, ഈ ചങ്ങാതി അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ സുന്ദരിയായ പെണ്ണിങ്ങനെ കുളിക്കുന്നത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴാ ബോധം വരണേ, അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ അല്ലാ, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ വ്യഭിചാരം കണ്ടല്ലോ, ഒരു പെണ്ണിന്റെ ശരീരം ഞാൻ കണ്ടല്ലോ. ഈ ചങ്ങാതി ഇങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, റബ്ബേ ഇനി എങ്ങനെ ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ പോകും? ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ട ഞാൻ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും? ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ നബി തങ്ങളുടെ മുഖത്ത് നോക്കും? ഈ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി, ഓടി നിലവിളിച്ചുകൊണ്ട്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി. എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, പഴുത്തു കിടക്കുന്ന മണ്ണിലേക്ക്, മരുഭൂമിയിലേക്ക് കടന്നു ചെന്നിട്ട് കരയുകയാണ്, അല്ലാഹുവേ ഞാൻ നരകത്തിലാണല്ലോ അല്ലാ, വ്യഭിചാരിയായല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാണല്ലോ അല്ലാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാൻ വ്യഭിചാരിയെ പോലെ വരണമല്ലോ അല്ലാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ കരയുകയാ. പഴുത്ത് കിടക്കുന്ന മണ്ണ് വാരിയിട്ട് ശരീരത്തിലിടുകയാണ്. മോനെ, ആഴ്ചകൾ കഴിഞ്ഞു, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ ഒരാളും കണ്ടിട്ടില്ല. മരുഭൂമിയുടെ മലഞ്ചെരുവിലൂടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞപ്പോ മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് നബിയേ. അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. അല്ലാഹു പറയണമെങ്കിൽ, എന്റെ പെങ്ങള് ജിബ്രീൽ വന്നിട്ട് പറയണമെങ്കിൽ ആ ചെറുപ്പക്കാരൻ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും മോനെ, എത്രത്തോളം തൗബ ചെയ്തിട്ടുണ്ടാകും ബാപ്പാ. പെങ്ങള് 40 ദിവസം നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ വന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞു. അവിടെന്ന് ചോദിച്ചു, സഹാബാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? സഹാബ
സ്വഹാബ യാ റസൂലല്ലാഹ് കാണുന്നില്ല നബിയേ, ഞങ്ങൾ കണ്ടിട്ട് കുറെ നാളായി നബിയേ. നബി തങ്ങൾ രണ്ട് സ്വഹാബികളെ വിളിക്കുകയാണ്. ഉമർ തങ്ങളെ വിളിച്ചു, സൽമാൻ തങ്ങളെ വിളിച്ചു. എവിടെയാണെങ്കിലും കൊണ്ടുവരാറ് ഉമറെ, എവിടെയാണെങ്കിലും വിളിച്ചു കൊണ്ടുവരാറ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരഞ്ഞുകൊണ്ട് രണ്ട് സ്വഹാബികൾ സുബഹി നമസ്കാരം കഴിഞ്ഞു പോയതാണ്. പടച്ചവനെ, വൈകുന്നേര സമയമായി. അവരെ തിരഞ്ഞു നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു നടന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കാണാനില്ല. ഉച്ചകഴിഞ്ഞ് സൂര്യന്റെ ഉച്ചകഴിഞ്ഞ സമയമെത്തിയപ്പോ വൈകുന്നേര സമയത്തോടടുക്കുകയാണ്. അവര് മരുഭൂമിയുടെ ഒരു ഭാഗത്തിങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു ആട്ടിടയനായ മനുഷ്യൻ വരികയാണ്. ആട്ടിടയനായ ഒരു മനുഷ്യനെ കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, മനുഷ്യ, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഈ മലഞ്ചെരിവിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആടുമായി പോകുന്ന മനുഷ്യനാണല്ലോ. അല്ലാഹുവേ, ഉമർ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോ ആ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷേ ഒരു ചെറുപ്പക്കാരന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഇന്ന സ്ഥലത്ത് ആടുമായി വെള്ളം കുടിപ്പിക്കാൻ പോയപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ശരീരത്തും മണ്ണു വാരിയിട്ടിട്ട് കരയുന്ന ഒരു ചെറുപ്പക്കാരന് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തിരയുന്നത് അവനായിരിക്കാം. നിങ്ങൾ തിരയുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ചെറുപ്പക്കാരനായിരിക്കാം. പറഞ്ഞ അടയാളം വെച്ച് ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ചെല്ലുമ്പോ അതാ മലയുടെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മുടിയൊക്കെ ജട പിടിച്ച് വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞ് എല്ലും തോലുമായി ഒരു ഭ്രാന്തനെ പോലെ ഇറങ്ങി വന്നിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. അല്ലാഹുവേ, വ്യഭിചരിച്ചു റബ്ബേ, വ്യഭിചാരിയായി പോയി റബ്ബേ, നരകം എനിക്കും പേടിയാ അല്ലാ, മരിച്ചാ മതിയായിരുന്നു തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കടന്ന് നിലവിളിക്കുമ്പോ ഉമർ തങ്ങളെ വിളിക്കുന്നു, സഅലബാ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, സഅലബാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയുകയാണ്, ഒരിക്കലും നബി തങ്ങളുടെ മുമ്പിൽ ഞാൻ വരൂല. ഞാൻ പാപിയാ, ഞാൻ പാപിയാ. ഞാൻ ചെയ്ത പാപം നിങ്ങൾ അറിഞ്ഞോ? ഏ സഅലബാ, മുത്തുനബി നിന്നെ വിളിക്കുന്നു, സഅലബാ. ഞാൻ വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. ഉമറേ, കാലിൽ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകുമറേ, അല്ലാതെ ഞാൻ വരില്ല ഉമറേ. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബാ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും സഅലബാ. മുത്തുനബിയാണ് നിന്നെ വിളിക്കുന്നത്. അവസാന സഅലബ പറഞ്ഞു, എങ്കിൽ ഞാനൊരു കണ്ടീഷൻ പറയാ, നിസ്കാരം നടക്കുമ്പോ വേണം എന്നെ കൊണ്ടുപോകാൻ. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാ. അങ്ങനെ സമ്മതിച്ചടോ. പടച്ചവനെ, നിസ്കാരം നടക്കുമ്പോഴാണ് സഅലബയെ കൊണ്ടുവരുന്നത്. അല്ലാഹുവേ, മസ്ജിദുൻ നബവിക്കകത്ത് നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പള്ളിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ.
ഈ ആയത്തങ്ങ് കേട്ടപ്പോ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ പിടഞ്ഞ് താഴെ വീഴുകയാ, നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിന്റെ അടുക്കൽ വന്നു, കുടിക്കാ വെള്ളം കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സഅലബാ, എന്തു കോലമാ സഅലബാ, എന്തൊരു രൂപമാണ് സഅലബാ, അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സഅലബാ, വീട്ടിലേക്ക് പോ സഅലബാ. 40 ദിവസമായി നിന്റെ വീട്ടുകാരെ കണ്ടിട്ട് അവസാനം ഉമർ തങ്ങളോട് പറഞ്ഞു കൊണ്ടുവിടാൻ. സൽമാൻ തങ്ങളും സ്വഹാബത്തും കൊണ്ടുവിടുകയാണ്. 8 ദിവസം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അവിടെ ഓടി വരുന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം ഉറങ്ങിയിട്ടില്ല നബിയേ, അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം കരച്ചലാ നബിയേ. 7 ദിവസം 8 ദിവസം കരഞ്ഞ് 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 പട്ടിണി കിടന്നിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് നബിയേ, മരിക്കാൻ കിടക്കുന്നു നബിയേ, ഒന്ന് വാ നബിയേ, ഒന്ന് വാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ, കരഞ്ഞു കരഞ്ഞു പട്ടിണി കിടന്ന് അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. നബി തങ്ങൾക്ക് മനസ്സിലായി മരണമടുത്തെന്ന്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തു പോയിരുന്നു, നബി തങ്ങൾ അടുത്തു പോയിരുന്നു. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് നബി തങ്ങളുടെ മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് തല വെച്ചപ്പോ സഅലബ തലവലിച്ച് താഴെയിടുകയാ, സഅലബ തലവടിച്ച് താഴെയിടുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ, ഇഷ്ടമായില്ലേ സഅലബ, എന്തിനാ നീ തലവലിക്കുന്നത്? ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ എന്റെ മടിയിലെ തലവക്കാർ, എന്റെ മടിയിൽ കിടന്നു മരിക്കാർ, എന്റെ മടിയിൽ കിടന്നു മരിക്കാർ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ. എന്തേ നീ തലവലിക്കുന്നത്? ഇഷ്ടമായില്ലേ സഅലബ, ഇഷ്ടമായില്ലേ സഅലബ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുമ്പോ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വെറുപ്പുണ്ടായിട്ടല്ല നബിയേ, ഇഷ്ടമില്ലാതിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാതിട്ടല്ല നബിയേ, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ ഇഷ്ടമില്ലാതിട്ടല്ല. പിന്നെ എന്തിനാണ് ഞാൻ എന്റെ തല വലിച്ചതെന്നറിയോ? എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, ഞാൻ പാപിയാ നബിയേ, ഞാൻ പാപിയാ നബിയേ. എനിക്ക് അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല നബിയേ. എന്റെ തല മണ്ണിൽ കിടക്കുമ്പോ റബ്ബെങ്ങാനും എന്നോട് കരുണ കാണിച്ചാലോ? നബി തങ്ങളോട് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ കഞ്ചാവടിച്ചില്ലടാ, കള്ളു കുടിച്ചില്ലടാ, വ്യഭിചരിച്ചില്ലടാ മോരേ. ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോയപ്പോ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരമൊന്ന് കണ്ടുപോയതിന്റെ പേരിലാണ് ഇതുപോലെ കരഞ്ഞു വിളിച്ച് തൗബ ചെയ്തതെന്ന് ചരിത്രം പറയുമ്പോ വഴുകൾക്കാപത്തിരിക്കുന്ന ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കട്ടെ, എടാ നിന്റെ വാപ്പയ്ക്ക് എത്ര വയസ്സായി മോനെ?
55 60 വയസ്സായ നിന്റെ വാപ്പ വീടി വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ മോനെ? ഒന്നും മുറുക്കുന്നത് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ലഹരിയാണെന്ന് പറഞ്ഞ് നിന്റെ വാപ്പയത് തൊടുക പോലുമില്ല. എന്നാ ആ 55കാരനായ നിന്റെ വാപ്പ വീടി പോലും വലിച്ചിട്ടില്ല, ഒരു മുറുക്കാൻ പോലും മുറുക്കിയിട്ടില്ല. നീ കഞ്ചാവ് വലിച്ചില്ലേടാ, കള്ളു കുടിച്ചില്ലേ ചെറുപ്പക്കാരാ? നീ എന്തെല്ലാം ഉപയോഗിച്ചു പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കഞ്ചാവ് വലിച്ചിട്ട് വീടിന്റെ അകത്ത് പോയിട്ടൊരു പേടിയുമില്ലാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, എന്റെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് ചോദിക്കട്ടെ, 50 60 വയസ്സുള്ള നിന്റെ ഉമ്മാന്റെ ശരീരത്ത് നിന്റെ വാപ്പയല്ലാതെ ഒരു മനുഷ്യനും ഇന്ന് വരെ തൊട്ടിട്ടില്ല മോളെ. നിന്റെ ഉമ്മ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരാളും നിന്റെ ഉമ്മാനെ തൊട്ടിട്ടില്ല. എന്നാ 18 വയസ്സുള്ള 20 വയസ്സുള്ള എന്റെ പൊന്നുമോളെ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പേര് പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി റൂം എടുത്തിട്ട് വ്യഭിചരിച്ചിട്ട് ഫർദയും ധരിച്ച് വീട്ടിലേക്ക് കയറി വന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു സോപ്പിട്ടിട്ട് റൂമിന്റെ അകത്ത് കയറിയിട്ട് മൊബൈൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്തതെല്ലാം ഇഷ്ടപ്പെട്ടടാ എന്ന് കാമുകനും മെസ്സേജ് എഴുതി കൊടുക്കുമ്പോ പൊന്നുമോളെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടിയില്ലാതെ പോയല്ലോ, ഭയമില്ലാതെ പോയല്ലോ, ചെയ്ത പാപത്തെ കുറിച്ച് ചിന്തയില്ലാതെ പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ ഒരു ദിവസം വീഴുമടാ. എന്റെ ഉമ്മമാരോട് പറയുന്നു, എന്റെ സഹോദരിമാരോട് പറയുകയാ, പല നാൾ കള്ളി ഒരു നാള് പിടിക്കപ്പെടും, പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും. വീഴുമടാ ചെറുപ്പക്കാരാ, വീഴുമടാ ചെറുപ്പക്കാരാ. ഉമ്മാനെ പറ്റിക്ക, വാപ്പാനെ പറ്റിക്ക, ഭർത്താവിനെ പറ്റിക്ക, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റിക്ക. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹ് കാണുന്നുണ്ട് മക്കളെ, അല്ലാഹ് കാണുന്നുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് വാഴ കേൾക്കാമെന്നിരിക്കുന്നവരോട് പറയുകയാണ്, റബ്ബ് തരുന്ന അവസരമാണ്. ഇതുപോലെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോ, തൗബ ചെയ്യണമെങ്കിൽ ഇന്ന് തൗബ ചെയ്തോ. എന്റെ മാതാപിതാക്കളോട് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്തെന്നറിയുമോ? നിങ്ങളുടെ മക്കൾക്ക് അധികം സ്വാതന്ത്ര്യം കൊടുക്കല്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെയൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടില് കണ്ടവർക്ക് കയറി നിരങ്ങാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം, നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും മാറും. എൻ്റെ മോളോ അങ്ങനല്ലടോ, എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനല്ല. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാനിന്ന് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി, അതിനോടൊപ്പം എനിക്ക് സങ്കടവും തോന്നി. എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. സത്യം പറഞ്ഞാൽ അത് നമ്പര് മാറിയിട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഫോണിൽ വന്ന ആ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടി എഴുതിയ മെസ്സേജാ, പക്ഷെ നമ്പര് മാറി വന്ന ഒരു മെസ്സേജാ. അത് വായിച്ചപ്പോ വല്ലാത്ത സങ്കടം തോന്നി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എനിക്കിവിടെ വെച്ച് പറയാൻ പറ്റണില്ല. ഒരു പെണ്ണ് തൻ്റെ കാമുകൻ എഴുതി കൊടുത്ത ഒരു മെസ്സേജാ. ഏതോ ഒരു പെണ്ണ് വീട്ടിൽ ഫോൺ പിടിച്ചപ്പോ ആരാന്നറിയില്ല, ആ ഫോൺ മെസ്സേജ് എഴുതിയിട്ട് നമ്പർ ഇങ്ങനെ അടിച്ചപ്പോൾ തെറ്റിപ്പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റാ, എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്പറിൽ വന്ന മെസ്സേജിനകത്ത് പറയുന്നത് ഇതാണ്. ഇന്നത്തെ മക്കളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കടോ. അതൊക്കെ നിസ്സാരമായി പോയി. പണ്ടൊക്കെ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ വലിയ പാവം, വലിയ പേടിയൊക്കെ, അതൊക്കെ ഇന്ന് കൊച്ചുമക്കളൊക്കെ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതൊന്നും പെണ്ണുകുട്ടികൾ പാവമായിട്ട് കാണുന്നില്ല. മക്കളെ, അല്ലാഹു അലം,
അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മോളെ, നിന്റെ ശരീരത്ത് തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവിടെ അവസാനിപ്പിക്കണം. അവൻ നല്ലവനല്ലടി. എൻ്റെ പെങ്ങളോട് ഞാൻ പറയാ, ഏതെങ്കിലും ഒരു പയ്യൻ നിന്റെ ശരീരത്ത് തൊട്ടാൽ അള്ളാണ് അവൻ നല്ലവനല്ല. എടാ ചെറുപ്പക്കാരാ, കൂടെ നടക്കാനും ചിരിക്കാനും കളിക്കാനും 100 പേരെ കിട്ടും. പക്ഷെ കൂടെ കിടക്കുന്നവള് നല്ലവളല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലടാ. എടാ, ഒരു നല്ല പെണ്ണ് ഒരിക്കലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്ര അടുപ്പമാണെങ്കിലും നിന്റെ ശരീരത്ത് തൊടത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തൊട്ടാ എന്ത് ചെയ്തേക്കണം? വിട്ടേക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് തരുന്ന ഏറ്റവും വലിയ ഉപദേശം, ഒരാണോ ഒരു പെണ്ണോ നമ്മുടെ ശരീരത്തിൽ ഹറാമായ സമയത്ത് തൊട്ടാൽ അറിഞ്ഞുകൊണ്ട് തൊടുകയും എത്ര ഫ്രണ്ട്സ് ആയാലും തൊട്ട കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം, പിന്നെ അവനെ ജീവിതത്തിൽ കൂട്ടരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ തെളിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ലവരല്ല. ആയിഷ ബീവിയുടെ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ? ആയിഷ ബീവിയെ വ്യഭിചാര ആരോപണം നടത്തി നബിതങ്ങൾ ആരോടും മിണ്ടാതെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുക. ഉമർ തങ്ങൾ നബിതങ്ങളെ കാണാൻ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നബിതങ്ങളെ കാണാൻ വന്നു. ഞാൻ അനുവാദം കൊടുത്തു. ഉമർ തങ്ങൾ നബിതങ്ങളെ അടുത്ത് പോയി, എന്താ നബിയെ ഇത്? ആരോടും മിണ്ടുന്നില്ലല്ലോ, എന്താ ഇത്ര സങ്കടം? എന്താ നബി ഇത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നബി എന്തിനെങ്ങനെ വിഷമിക്കണേ? അപ്പൊ അള്ളാന്റെ റസൂല് ചോദിച്ചു, ഉമറെ, നീ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ആയിഷ വ്യഭിചരിച്ചു എന്ന് എല്ലാവരും പറയണേ, നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മരിക്കുന്ന കാലം വരെ വിശ്വസിക്കില്ല നബിയെ. ഉമറെ, തെളിവ് മൊത്തം എതിരല്ലേ? തെളിവ് മുഴുവനും ആയിഷയ്ക്കെതിരല്ലേ? ഇനി എന്ത് തെളിവ് വന്നാലും ഞാൻ വിശ്വസിക്കില്ല. എന്താന്ന് ചോദിച്ചു. മൃതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആയിഷാനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ നബിയെ? അല്ലാഹ്. അല്ലാഹ്. നിങ്ങൾക്കറിയോ? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അല്ലാഹ് പറയാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത്, അത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്തെന്നറിയോ? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. ഖുർആൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് വസാഅ സബീല. എൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്തവരാ. പച്ച മലയാളം ഞാൻ പറയണില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഈ വ്യഭിചരിക്കുന്നത്, ഈ വ്യഭിചാരമെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്, ആ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാന്റെ ഖുർആൻ ഉമർ തങ്ങൾ ചോദിക്കുന്നു, ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അല്ലാഹ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ കെട്ടാൻ അല്ലാഹ് പറയൂ നബിയെ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അല്ലാഹ് പറയോ? ഇല്ല. അപ്പൊ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല നബിയെ. ഇവർ പറയുന്നത് ചുമ്മാതെയാ. എടാ ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരം. തൊടാൻ പാടില്ല. നിന്റെ ഉമ്മ പണ്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോൾ തന്നെ ഓടുമായിരുന്നു അല്ലേ? തൊടുന്നത് കൈയുടെ വ്യഭിചാരം, പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരം, പറയുന്നത് നാവിൻ്റെ വ്യഭിചാരം, എല്ലാം വ്യഭിചാരമാണ്. വ്യഭിചാരത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത്. ഒരു നല്ല പെണ്ണ് തൊടൂലടാ. ഒരു നല്ല പയ്യൻ, അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തൻ നിന്റെ ശരീരത്ത് നിക്കാഹ് കഴിക്കാതെ തൊടൂല. അങ്ങനെ തൊടാത്തവനാണെങ്കിൽ ധൈര്യമായിട്ട് നിനക്കവനെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്ക്. നമ്മളെ ചെയ്യുന്ന എന്താ? മറ്റുള്ളവൻ്റെ കണ്ണിൽ കിടക്കുന്ന പൊടി നമ്മൾ നോക്കും. മറ്റുള്ളവന്റെ അയൽവാസിയുടെ കണ്ണിൽ കിടക്കുന്ന പൊടി നീ നോക്കും. നിന്റെ കണ്ണിനകത്ത് കിടക്കുന്ന തടി നീ കാണൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമല്ലേ? അയൽവാസിയുടെ വീട്ടിൽ നോക്കും, എന്തെങ്കിലും ഉണ്ടോ എന്തോ ഉണ്ടോ. ഒരു പൊടി കണ്ട നീ പറയും. എന്നാൽ നിന്റെ വീടിൻ്റെ അകത്ത് മക്കള് തലയ്ക്കകത്ത് തടിയും ചുമന്നുകൊണ്ട് കിടക്കാം, നീ കാണത്തില്ലല്ലോ. ആദ്യം നമുക്ക് സ്വന്തം നന്നാകാം, പിന്നെ മറ്റുള്ളവരെ നന്നാക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അള്ളാഹ് ഒരുപാട് കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അടുത്ത കൊല്ലം ഇവർ വയതിന് വിളിച്ചാൽ ഇതിൻ്റെ ബാക്കി പറയാം. അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും തരുമാറാകട്ടെ. എനിക്ക് വയത് പറയാനൊന്നും അറിയില്ല. ഒരുപാട് ഉസ്താദന്മാരുണ്ട്. നിങ്ങളിൽ അധികം പേരും എന്നെക്കാളും പ്രായമുള്ളവരാ.
ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ലടോ, എൻ്റെ റബ്ബ് ചെയ്ത ഒരു നിഅമത്ത്. എൻ്റെ പെണ്ണുമ്പിള്ള തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വല്ല ജിന്നും കൂടാറുണ്ടോ എൻ്റെ സ്വഭാവം കണ്ടിട്ട്. അപ്പോൾ ഇത് അല്ലാഹ് ചെയ്ത ഒരു നിഅമത്ത, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. പൊരുത്തം ചോദിക്കാൻ എനിക്കൊരു നാണവും ഇല്ല. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. പൊരുത്തപ്പെടുവോ? പോയി പൊരുത്തപ്പെടുവോ? ചിലത് പറയുന്നു നോക്കാടാ സിറാജേന്ന്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പൊരുത്തം തരുവോന്ന്, നിങ്ങളെന്താ പറയണേ? ഇൻഷാ അല്ലാഹ് നോക്കാന്ന്. അത് വല്ലാത്ത പറച്ചിലാടാ. എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, പൊരുത്തപ്പെട്ടാൽ മതി. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. പൊരുത്തപ്പെടൂല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊണ്ട് ദുആ ചെയ്യാം. അൽഹംദുലില്ലാ, ഇവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ. ഇവർ ചെയ്യുന്ന നന്മ ചെറുതൊന്നുമല്ലടോ. ഇവിടെ ഇന്ന് എന്തിനും എല്ലാവരും പലിശയുമായി ബന്ധപ്പെടുന്നവരാ, പലിശയുമായി ബന്ധപ്പെട്ടു പോകുന്നവരെ പലരും. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. SKSF യൂണിറ്റിൻ്റെ അടുത്തുണ്ട്. ഈ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നീങ്ങി വാ. എന്താ മോനെ? യൂത്ത് വിങ്ങും SKSF-ഉം അൽഹംദുലില്ലാഹ് സംയുക്തമായി നടത്തുന്ന പരിപാടി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കുക. വാ, എല്ലാവരും പൊക്കി. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ കൈവൊക്കി എല്ലാവർക്കും നല്ല മരണം നൽകുമാറാകട്ടെ. കൈ പൊക്കാത്തവൻ അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ പൊക്കുക. അൽഹംദുലില്ലാഹ്. റോഡിൽ നിൽക്കുന്നവനും പൊക്കി. അള്ളാഹു എല്ലാവർക്കും നല്ല മരണം കൊടുക്കുമാറാകട്ടെ. പണ്ട് ഉപ്പാപ്പയും കൊച്ചുമകനും കൂടെ ഒരു വീടിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ വലിയൊരു ആനയെ കെട്ടിയിരിക്കുന്നൊരു കഥയുണ്ട്. ചോദിക്കടാ, കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ഇല്ലേ? ചോദിച്ചാ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോകട്ടെ. ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കിയാൽ അറിയാം. മരിച്ചു കിടക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം നല്ല മരണമാണോ അല്ലയോ എന്ന്. ഇവിടെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബിതങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടത്തി നോക്കണം, വിയർക്കും. മൂക്കിന്റെ ദ്വാരം പതിവില്ലാതെ വികസിച്ച് നിൽക്കും. മുഖത്തു പ്രകാശമുണ്ടാകും, ചുണ്ടിൽ പുഞ്ചിരിയുണ്ടാകും, ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകും. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിങ്ങൾ എന്ത് പുണ്യമാ ചെയ്തിട്ടുള്ളത്? നമ്മൾ, എൻ്റെ കാര്യം ഉൾപ്പെടെ. ഇങ്ങനെ ഒരു മരണം നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചേ. നമ്മൾ എന്ത് നന്മയാ. ഞാൻ എപ്പോഴും വഴുത് പറയുമ്പോൾ എൻ്റെ വഴുത് കേൾക്കുന്നവർക്കറിയാം, ഞാൻ നിർത്തുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. ഒരു 36 വയസ്സുള്ള ഉസ്താദ് ന്യൂമോണിയ കൂടുതലായിട്ട് അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഡോക്ടർ വന്ന് പരിശോധനയെല്ലാം നടത്തിയിട്ട് ഇയാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഡോക്ടർ വിചാരിച്ചു ബോധമില്ലാതെ കിടക്കാനും. നേഴ്സിനോട് പറഞ്ഞു, ഇയാളുടെ വീട്ടുകാരോട് അറിയിച്ചേക്കാൻ പറഞ്ഞു, തീരാറായെന്ന്. സത്യം പറഞ്ഞ ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാണ്. ഡോക്ടർ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഈ നേഴ്സ് പെണ്ണ് ഓടിച്ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ആ ഉസ്താദ് കിടന്ന് കരയുന്നു. എത്ര പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തണില്ല. അടുത്ത് കിടക്കുന്ന രോഗികൾ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്, നിങ്ങളൊന്ന് വരാൻ. അങ്ങനെ ഡോക്ടറുടെ ഓടി വന്നു ഉസ്താദിന്റെ അടുക്കൽ. 36 വയസ്സുകാരനായി ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ഡോക്ടർ ചോദിച്ചു, ഞങ്ങൾ ഏറ്റവും നല്ല മെഡിസിനാ ഉസ്താദ് നിങ്ങൾക്ക് തരുന്നേ. നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങൾ ഇവിടെ കിടന്ന് കരയുന്നല്ലോ.
ഈ അടുത്ത് കിടക്കുന്നതൊക്കെ രോഗികളാ. നിങ്ങൾ എന്തിനാ അവരെ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങളൊന്ന് കരച്ചിൽ നിർത്ത്. നിങ്ങൾ മതം പഠിച്ച ആളല്ലേ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഉസ്താദ് അപ്പോഴും കരയ്യ. ഡോക്ടർക്ക് ദേഷ്യം വന്നു. എന്താ മരിച്ചു എന്ന് പേടിച്ചിട്ട് കരയ്യ? അയാൾ ചോദിച്ചു, നിങ്ങൾ മരിക്കൂന്ന് പേടിച്ചിട്ട് കരയാണോ? ഉസ്താദ് പതിയെ സ്വരത്തിൽ പറഞ്ഞു, മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല, ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും. കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവം എന്നെ വെറുതെ വിടുവില്ല. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയും മക്കളെ ഓർത്തിട്ടാണോ? വീഡിയോ കോള് വിളിച്ചു തരാം. അല്ല, വീഡിയോ കോള് വിളിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അല്ല. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കളുണ്ട് ഉസ്താദിന്. അയാൾ അപ്പോഴും പറഞ്ഞു അല്ല. അപ്പൊ ഡോക്ടർക്ക് അത്ഭുതമായി. അയാൾ മുസ്ലിമാ. അയാൾ ചോദിച്ചു, മരിക്കാൻ നിങ്ങൾക്ക് പേടിയില്ല, ഭാര്യയെയും 2 മക്കളെയും പിരിയുന്നതിലും പേടിയില്ല, പിന്നെന്തിനാ ഉസ്താദ് നിങ്ങൾ കരയണേ? പിന്നെന്തിനാ ഉസ്താദ് നിങ്ങൾ കരയണേ? ആ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമ്മ, അള്ളാടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. 36 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ, എൻ്റെ റബ്ബെനിക്കെല്ലാം തന്നില്ലേ, എന്ത് ധൈര്യത്തിലാ ഞാൻ പോവാ? എന്ത് നന്മയുമായിട്ടാ ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോകുന്നേ? എടോ, ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞ് പോകുമ്പോ അസ്രായേൽ വന്നിട്ട് വിളിക്കണു, വാ വാപ്പാ പോകാം, എന്തുണ്ടുപ്പാ നിന്റെ കയ്യില്? നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ചെറുപ്പക്കാരൻ എൻ്റെ ഉമ്മാനോട് ചോദിക്കട്ടെ, ഉമ്മ എന്ത് പുണ്യമാ ഉമ്മ നീ ചെയ്തിട്ടുള്ള? ഒരു നല്ല മരണം കിട്ടാൻ, അള്ളാടെ മുമ്പിൽ പോകുമ്പോ രക്ഷപ്പെടാന് നീ എന്താ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കണേ? എന്തിനാ മോളെ ഇങ്ങനെ നടക്കണേ? നിങ്ങളുടെയൊക്കെ സ്വഭാവം കാണുമ്പോ നീ എന്തൊക്കെയോ സ്വർഗത്തിന്റെ പാസ് നിന്റെ കയ്യിലിരിക്കണ പോലെ അല്ലേ ഉമ്മ നടക്കണേ? എടോ, നമ്മൾ ആർക്ക് വേണ്ടിയാടോ വാരി കൂട്ടി വെച്ചുകൊണ്ട് നടക്കാ? കൊടുക്കത്തില്ല. വാപ്പ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മോൻ അറിയില്ല വാപ്പ. ചോദിച്ചു നോക്കോ എൻ്റെ അടുത്ത്. നീ നിന്റെ മോളോട് ചോദിച്ചേ, എടി ഞാൻ മരിച്ച എന്നെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിച്ചേ, അറിയില്ലപ്പാ. അവൾക്ക് വേണ്ടിയല്ലേ നീ കൂട്ടി വെച്ചിരിക്കണേ? നീ ആർക്കും കൊടുക്കാതെ, തിന്നാതെ, കുടിക്കാതെ, ധരിക്കാതെ കൂട്ടി വെച്ചിരിക്കണം മക്കൾക്ക്. മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയില്ലടോ, ഒരു യാസീൻ ഓതാൻ പോലും അറിയില്ലടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി, വാഴലിലൊന്നും കാര്യമില്ലടോ. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം, എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകണോടോ. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. അതുകൊണ്ട് ഇവരാരും എന്നോട് പറഞ്ഞതൊന്നുമല്ല, ഇവരാരും എന്നോട് പറഞ്ഞൊന്നുമല്ല. എൻ്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ നിങ്ങളോട് പറയാം.